വർഷത്തിന് ശേഷം നടക്കുന്ന കാശ്മീർ തെരഞ്ഞെടുപ്പ് മോദി സർക്കാരിനും ബി.ജെ.പിക്കും വളരെ നിർണായകമാണ്. പ്രത്യേക പദവി റദ്ദാക്കിയ നടപടി, സംസ്ഥാന പദവി കളഞ്ഞ കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കിയ നടപടിയിൽ ഒക്കെ ജനവികാരമായിരിക്കും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലം. ജമ്മു കാശ്മീരിലെ ജനവികാരം തൊട്ടറിയാൻ രണ്ടും കൽപ്പിച്ചാണ് ഇത്തവണ ബി.ജെ.പി ഇറങ്ങുന്നത്. ബി.ജെ.പി ഇത്തവണ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനമാണ് കൈക്കൊള്ളുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. കൂടാതെ അടുത്ത ആഴ്ച മുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കാശ്മീരിൽ എത്തും എന്ന വാർത്തയുമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യം മുഴുവൻ കറങ്ങി നടന്നിട്ട് കുറച്ച് വെയിറ്റ് കുറഞ്ഞതല്ലാതെ തെരഞ്ഞെടുപ്പിൽ പ്രകടമായൊരു മാറ്റം ബി.ജെ.പിക്കോ മോദിക്കോ ഉണ്ടായില്ല. 3 ഘട്ടങ്ങളിലായിട്ടാണ് ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പ്രാദേശിക പാർട്ടികളുമായി ധാരണയിൽ എത്തുവാനും ബി.ജെ.പി പദ്ധതി ഇടുന്നു എന്നും അറിയാൻ കഴിയുന്നുണ്ട്. ഇതിനു മുൻപ് PDPയുമായിട്ടായിരുന്നു ബി.ജെ.പിയുടെ സഖ്യം. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ അടക്കം മാറ്റം വരുത്തുവാനും പാർട്ടി തീരുമാനിച്ചു. യുവാക്കൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി ഭൂരിഭാഗം പുതുമുഖങ്ങളെ മത്സരിപ്പിക്കാനാണ് ശ്രമം. കായിക, കലാ, സാമൂഹിക പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് മുൻഗണന നൽകും. ജനങ്ങളുമായി അടുത്ത് നിൽക്കുന്നവരെ സ്ഥാനാർത്ഥികളാക്കുന്നതിലൂടെ മണ്ഡലത്തിൽ വിജയപ്രതീക്ഷയും ബി.ജെ.പി ലക്ഷ്യമിടുന്നുണ്ട്. പാർട്ടിയുടെ പ്രാദേശിക ഘടകങ്ങളുടെ അഭിപ്രായം തേടിയ ശേഷമായിരിക്കും സ്ഥാനാർത്ഥി നിർണയം നടത്തുക. തെരഞ്ഞെടുപ്പ് ബഹളത്തിനിടയിൽ മുൻ ജമ്മു കാശ്മീർ ക്യാബിനറ്റ് മന്ത്രിയായ ചൗധരി സുൽഫിക്കർ അലി ബി.ജെ.പിയിൽ ചേർന്നത് ബി.ജെ.പിയിൽ ആവേശമുണ്ടാക്കിയിട്ടുണ്ട്. 10 വർഷത്തിന് ശേഷമാണ് ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നത്. 90 സീറ്റുകളിലേക്കാണ് ജനവിധി തേടുന്നത്. 87.09 ലക്ഷം വോട്ടർമാരാണ് വോട്ട് ചെയ്യുന്നത്. ഒന്നാം ഘട്ടം സെപ്റ്റംബർ 18-നും, രണ്ടാം ഘട്ടം സെപ്റ്റംബർ 25-നും, മൂന്നാം ഘട്ടം ഒക്ടോബർ 1-നും നടക്കും. ഒക്ടോബർ 4-നായിരിക്കും ജമ്മു കാശ്മീരിലെ വോട്ടെണ്ണൽ നടക്കുക. തെരഞ്ഞെടുപ്പ് അംഗത്തിലേക്ക് കച്ചുമുറുക്കി ഇറങ്ങാനിരിക്കുന്ന ബി.ജെ.പിക്ക് കൂനുമൽ കുരുവെന്ന പോലെയായിരുന്നു ഹരിയാനയിൽ ദുഷ്യന്ത് ചൌട്ടാലയുടെ ജെ.ജെ.പിയിൽ നിന്നും 4 MLA-മാർ രാജിവെച്ചത്. ചൌട്ടാലയ്ക്കെതിരെ തിരിഞ്ഞ ദേവേന്ദർ സിംഗ് ബബ്ലി, രാം കരൺ കാല, ഈശ്വർ സിംഗ്, അനൂപ് ധനക് എന്നിവരായിരുന്നു ജെ.ജെ.പി വിട്ടത്. ഹരിയാനയിൽ 90 സീറ്റുകളിൽ ബി.ജെ.പി ജെ.ജെ.പി സഖ്യത്തിലാണ് ഭരിക്കുന്നത്. അതിൽ നിന്നുമാണ് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച ശേഷം കൊഴിഞ്ഞുപോക്ക് തുടങ്ങിയിരിക്കുന്നത്. കാശ്മീരിലെ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ബി.ജെ.പി അവിടെ വെറുക്കപ്പെട്ടു കഴിഞ്ഞു. അതിനിടയ്ക്കാണ് സഖ്യമൊന്നും വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിയതും. ഈ തീരുമാനം അക്ഷരാർത്ഥത്തിൽ ശുദ്ധ മണ്ടത്തരമെന്ന് നമുക്ക് പറയാം. കാരണം നിലവിലൊരു പോഷക പാർട്ടിയും കൂടെയില്ലെങ്കിൽ കടന്നുകൂടുക എന്നത് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം കീറാമുട്ടിയാണ്.